ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് ദിയ. ഫസ്റ്റ് ഇയർ പഠിച്ചു കഴിഞ്ഞു. സെക്കൻഡ് ഇയർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായി. സോ മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഇതുവരെ പഠിച്ചതിൽ ഏറ്റവും ഈസി ആയിട്ട് തോന്നിയ സബ്ജക്റ്റ് ഏതാണ്? എന്തുകൊണ്ട്? ഏറ്റവും ഈസി ഉള്ള സബ്ജക്റ്റ് അല്ലേ? സത്യം പറഞ്ഞാൽ ഞാൻ ട്രിപ്പിൾ എടുത്തപ്പോൾ തന്നെ എന്നോട് എല്ലാവരും പറഞ്ഞത് ഭയങ്കര ടഫാണ്, എല്ലാ സബ്ജക്റ്റും ഭയങ്കര പാടാണ്, അങ്ങനെയൊക്കെയാ. പിന്നെ ഫസ്റ്റ് ഇയർ വന്നപ്പോ എനിക്ക് മിക്ക സബ്ജക്റ്റും ഈ മെക്കാനിക്സ് ഒക്കെ ടഫ് ആയിരുന്നു. എങ്കിൽ പോലും സെക്കൻഡ് ഇയർ ആയപ്പോൾ അതൊക്കെ എനിക്ക് ഈസി ആയിരുന്നു എന്ന് മനസ്സിലായി, വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ തേർഡ് സെം ആയപ്പം സീനിയേഴ്സും മിസ്സുമാരും ഒക്കെ പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ട്, സർക്യൂട്ട് ആൻഡ് നെറ്റ്വർക്ക്. അത് ഭയങ്കര ടഫാണ്, കൂടുതൽ ആൾക്കാർക്ക് സപ്ലൈ ഇടുന്ന ഒരു സബ്ജക്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് ഏറ്റവും ഈസി ഉള്ള സബ്ജക്ട്, ഇത്രയും പഠിച്ചതിൽ എനിക്ക് ഏറ്റവും ഈസി സർക്യൂട്ട് ആൻഡ് നെറ്റ്വർക്ക് ആയിരുന്നു. പിന്നെ എനിക്ക് പൊതുവെ അങ്ങനത്തെ പ്രോബ്ലം ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ലൈക്ക് മറ്റേ തെവനിൻസ് തിയറി, അങ്ങനത്തെ തിയറൊക്കെ വെച്ച് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാനത് ഇൻട്രസ്റ്റോടെ പഠിച്ച് എനിക്ക് ഏറ്റവും ഈസി അതായിരുന്നു. റിസൾട്ട് വന്നപ്പം നല്ല മാർക്കും ഉണ്ടായിന്. ഓക്കെ, അപ്പോൾ ദിയയ്ക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സ് ഈസി ആയിട്ട് തോന്നി. ഓക്കെ, അപ്പോൾ ഓൺ ദി അതർ ഹാൻഡ് ചലഞ്ചിങ് ആയിട്ട് തോന്നിയ സബ്ജക്ട് ഏതാണ്? അഗെയിൻ എന്തുകൊണ്ട്? ചലഞ്ചിങ് ആയിട്ട് ഇപ്പൊ തോന്നിയേക്കുന്നത് ഈ S4-ലുള്ള പവർ ഇലക്ട്രോണിക്സാ. അത് മൊത്തം വേവ് ഫോമും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി ടഫായിട്ട് തോന്നുന്നുണ്ട്. അതെത്ര പഠിച്ചിട്ട് ഒരു ഐഡിയ കിട്ടുന്നില്ല. അതിന്റെ എക്സാം കഴിഞ്ഞിട്ടേ അതിന്റെ ഇത് ഇനി എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, മനസ്സിലായി. മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, KTUവിൽ ദിയയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതോടൊപ്പം എന്തെങ്കിലും കാര്യങ്ങളിൽ മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? KTUവില് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടതൊന്നുമില്ല. പിന്നെ മാറ്റണമെന്ന് തോന്നുന്നത് കുറച്ചുകൂടെ അതായത് ഇപ്പം 3 മാസം തികച്ച് കിട്ടുന്നില്ല ഒരു സെമ്മ് തീർക്കാൻ. അപ്പൊ ഭയങ്കരമായിട്ടും സ്പീഡ് കൂടിയാ പോകുന്നത്. അപ്പൊ കുറച്ചുകൂടെ ഒക്കെ ഒരു സമയം കിട്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പഠിക്കാനും മൊത്തത്തിൽ സിലബസ് കവർ ചെയ്യാൻ പോലും ഇപ്പൊ സമയമില്ല. അപ്പൊ അത് കിട്ടാനും നല്ലതായിരുന്നു. ശരിക്കും കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം പോലും കാണാൻ കഴിഞ്ഞില്ലേ? അങ്ങനെ ചോദിച്ചാല് ഇന്റേൺഷിപ്പ്, അതായത് സെക്കൻഡ് സെം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഈസിക്കാർക്കും ട്രിപ്പിളിക്കാർക്കും ഒക്കെ ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് പക്ഷേ KTU അത് മാൻഡേറ്ററി ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞങ്ങളുടെ കോളേജിൽ നിന്ന് അത് പ്രൊവൈഡ് ചെയ്തയാ. അത് കാരണം അതെനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. കാരണം ഞങ്ങളുടെ സീനിയേഴ്സിനും അങ്ങനെയൊന്നും ഇങ്ങനത്തെ സംഭവം ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് തൊട്ടായിരുന്നു ഇതുപോലെ ഇന്റേൺഷിപ്പിന്റെ പരിപാടിയൊക്കെ തുടങ്ങിയത്. ഓക്കെ, ഞാനും സെക്കൻഡ് സെമസ്റ്റർ കഴിഞ്ഞപ്പോൾ ഒരു 5 ദിവസത്തെ ഇന്റേൺഷിപ്പ് ചെയ്തിരുന്നു. പക്ഷെ നമുക്കത് കോളേജിന്റെ സൈഡിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തൊരു ഇന്റേൺഷിപ്പ് ആയിരുന്നു. ഓൾസോ ഞാൻ 2015 സ്കീം സ്റ്റുഡൻ്റ് ആയിരുന്നു. നൗ മൂവിങ് ഓൺ, മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, കലാപരമായിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ദിയ, ലൈക്ക് ഡാൻസിങ്, ഡ്രോയിങ് എക്സെട്ര. സോ ഇതുപോലുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പഠിത്തത്തോടൊപ്പം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ നല്ല പാടാ, അതായത് സമയം കിട്ടാറില്ല.